കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി ഇന്ന് എത്തിച്ചേർന്നത് പുഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് വരേണ്ടുന്ന വഴി പുതിയ തെരുവിൽ നിന്ന് മയ്യിലേക്ക് പോകുന്ന വഴിയിൽ കരിങ്കൽ കുഴിയിൽ നിന്ന് ഒരു 600 മീറ്റർ കിഴക്കോട്ടേക്ക് സഞ്ചരിച്ചാൽ ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ ഐശ്വര്യമായ, ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ ദേവനായ പുഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഈ ക്ഷേത്രത്തിനും ധാരാളം പ്രത്യേകതകളും ഐതിഹ്യങ്ങളും പറയാനുണ്ട്. നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ പുഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കി തൊഴുതു പ്രാർത്ഥിക്കാം. പുഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ മീനരാശി പദത്തിലായിട്ടാണ് വളരെ പവിത്രതയോടുകൂടിയ തീർത്ഥക്കുളമാണ്. ഇന്ന് അങ്ങേയറ്റം ജീർണാവസ്ഥയിലാണ്. കാരണം പ്രേക്ഷകർക്ക് തന്നെ അത് കാണാം. പാറയാണ്. പാറയായതുകൊണ്ട് നല്ല തണുപ്പായി വെള്ളത്തിന്. അപ്പോൾ ഈ കുളം നവീകരിക്കുക എന്നുള്ളത് ഒരു പ്രദേശത്തിൻ്റെ കൂടി ആവശ്യമാണ്. അപ്പോൾ കണ്ണൂർ വിഷൻ പല ക്ഷേത്രങ്ങളിലെയും പ്രദക്ഷിണ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഏകദേശം ക്ഷേത്രങ്ങളിലെ ജീർണാവസ്ഥയൊക്കെ നമ്മൾ പ്രദക്ഷിണ വഴിയിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും അതിനുശേഷം ആ കുളമായാലും ക്ഷേത്രമായാലും നവീകരണ പാതയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ തീർത്ഥക്കുളം ഭംഗിയായി ഒരു നവീകരണമൊക്കെ നടന്ന് ഇതിൻ്റെ ജീർണത മുഴുവൻ പരിഹരിച്ചിട്ട് കാണാൻ പ്രേക്ഷകർക്ക് കൂടി സാധിക്കട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് പതുക്കെ ക്ഷേത്രത്തിലേക്ക് പോകാം. അങ്ങനെ പുഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തുമ്പം തീർത്ഥക്കുളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കുളത്തിൽ ഇറങ്ങി കയ്യും കാലൊക്കെ ശുദ്ധീകരിച്ച് നമ്മളിങ്ങനെ പോകുമ്പം ദീപസ്തംഭം, അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയ അരയാൽ നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്. മൂലതോ ബ്രഹ്മരൂപായ, ശിവ വിഷ്ണു ബ്രഹ്മ ചൈതന്യങ്ങൾ കുടിയിരിക്കുന്നതാണ് അശ്വത്ഥം. അപ്പോൾ ഒരു അരയാലിനെ പ്രദക്ഷിണം വെച്ചാൽ ബ്രഹ്മാവിനെയും മഹാവിഷ്ണുവിനെയും ശിവനെയും തൊഴുത് പ്രാർത്ഥിച്ചതിൻ്റെ പൂർണ്ണതയാണ്. പുഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ മുഖം കിഴക്കോട്ടേക്ക് അഭിമുഖമായ മഹാവിഷ്ണു, ആ ഭാവത്ത് തന്നെ അശ്വത്ഥം, ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. പണ്ട് പറയാറുണ്ട്, പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്നാണ്. പുഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് കയറുമ്പം ധാരാളം പടികൾ കയറി വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ നമുക്ക് പുഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേവനെ തൊഴുത് പ്രാർത്ഥിച്ചു വരാം. ക്ഷേത്രത്തിൻ്റെ ഗോപുരവും ചുറ്റുമതിൽ നിർമ്മാണ പ്രവർത്തനത്തിലാണിപ്പോൾ ഈ ക്ഷേത്ര ഭാരവാഹികളും ഇതിൻ്റെ കമ്മിറ്റിയുമൊക്കെ. ഭക്തന്മാർക്ക് കാണാം, ഭാവിയിൽ ഈ ക്ഷേത്രം വന്നാൽ ഇതാണ് അതിൻ്റെ ഒരു മാതൃക. ഈ മാതൃകാരൂപത്തിൽ ഇതിൻ്റെ പടിപ്പുരയും ചുറ്റുമതിലും ഇടക്കാലഘട്ടത്തിൽ വരുമ്പോൾ ഈ ഭാഗത്തെ മതിലൊന്നും ഈ ക്ഷേത്രത്തിൽ ഉണ്ടായില്ല. ഇപ്പം ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മയോടും പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ കാണുന്ന മുൻഭാഗത്തെ
ഗോപുരത്തോടു കൂടി ചേർന്നിട്ടുള്ള മതിൽ ഇനി ഇതിന് ചുറ്റും ഇതുപോലെ വരാനുണ്ടത്രേ. അതിൻ്റെ ഒരു നിർമ്മാണ പ്രവൃത്തിയിൽ കൂടിയാണ് ക്ഷേത്ര ഭാരവാഹികൾ. പുഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 1000 വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് ഇവിടുത്തെ ഐതിഹ്യവും ഇവിടുത്തെ അനുഷ്ഠാനത്തിലൂടെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ തിരുമുറ്റത്ത് കാണുന്ന ബലിക്കല്ല്, ഈ ബലിക്കല്ലിൻ്റെ വലിപ്പം കാണുമ്പം നമുക്ക് ഉൾക്കൊള്ളാം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പ്രത്യേകത. അത്രയേറെ പ്രാധാന്യവും വലിപ്പവും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനും ക്ഷേത്രത്തിനുമുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ ബലിക്കല്ല്. ഉത്സവം, മറ്റ് വിശേഷ അനുഷ്ഠാനങ്ങളൊക്കെ വരുമ്പോൾ, ശ്രീഭൂതബലി പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ വലിയ ബലിക്കല്ലിൽ അവിസ് തൂകിയാണ് മറ്റ് അനുഷ്ഠാനങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത്. നമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നാരായണ ഭഗവാനെ, മഹാവിഷ്ണുവിനെ തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണപദം പൂർത്തീകരിക്കാം. പുഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 1000-ലധികം വർഷം പഴക്കമാണ് ഇതിന് പറയപ്പെടുന്നത്. 1500 വർഷം പഴക്കമുള്ള ഗ്രാമക്ഷേത്രമാണ് ഈ ക്ഷേത്രം. പൂർവകാലത്ത് 43ഓളം ഇല്ലങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഈ ഗ്രാമത്തിലുണ്ടെന്നും ആ ഇല്ല പരമ്പരകളാൽ സംരക്ഷിച്ചു വന്ന ക്ഷേത്രമാണ് എന്നാണ് ഇവിടുത്തെ ഏറ്റവും മുമ്പെയുള്ള കരുമാരത്തില്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ ക്രമേണ ഓരോ കാരണങ്ങളാലും ഓരോ ഇല്ലങ്ങളായി നശിച്ചു പോയി. കരുമാരത്ത് പരമ്പര മാത്രം ഇവിടെ നിലനിൽക്കുകയും ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ ഭരണവും നടത്തിപ്പും കാര്യങ്ങളും പൂജകളും അവർ ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങി. ഊരാള, തന്ത്രി, ഈ സ്ഥാനങ്ങളെല്ലാം അവരിലേക്ക് മാത്രമായി മാറി. മറ്റ് ഇത്രയും ഇല്ലങ്ങളായിരുന്നു ഈ ക്ഷേത്രം സംരക്ഷിച്ചിരുന്നത്. തന്ത്രി പിന്നെ പ്രധാനമായ ഒരു കാര്യം, ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം ഇന്നും ഇതേപോലെ നിലനിൽക്കുന്ന കാര്യം പറഞ്ഞു തന്നത് ഏകദേശം 490ഓളം വർഷം മുമ്പേ കേരളത്തിൽ അവസാനമായി ദ്രവ്യാവർത്തി കലശം നടന്നത് ഇവിടെയാണെന്ന് ഊരാളൻ്റെ ഇല്ലത്ത് രേഖ ഇപ്പോഴും ഉണ്ട്. അതിനുശേഷം ഈ അടുത്ത കാലത്തായിട്ട് ഒരു 30ഓളം വർഷത്തിനിടയിൽ ആലുവ തന്ത്രവിദ്യാപീഠത്തിൻ്റെ കീഴിലുള്ള ചെറിയത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് ദ്രവ്യാവർത്തി കലശം കേരളത്തിൽ നടന്നതായിട്ട് കേട്ടത്. ഇവിടെ കഴിഞ്ഞതിന് ശേഷം വേറെ എവിടെയും നടന്നതായിട്ട് കേട്ടില്ല എന്നാണ്, അറിഞ്ഞിട്ടില്ല എന്നാണ് വലിയ നാരായണൻ നമ്പൂതിരിപ്പാട് പറഞ്ഞത്. ഇതിപ്പം നമ്മൾ അറിഞ്ഞ കാര്യമാണ്. 30-25 വർഷത്തിനിടയിൽ ആലുവയിൽ നടന്നിരുന്നു ചെറിയത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദ്രവ്യാവർത്തി കലശം. പിന്നെ പ്രധാനപ്പെട്ട പൂജകൾ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. കഴിഞ്ഞ തവണ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് സപ്താഹം നടത്താൻ പറ്റിയിട്ടുണ്ട്. 10 ദിവസത്തെ പരിപാടിയായിട്ടാണ് ചെയ്തത്. വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ സപ്താഹത്തോട് തന്നെ ചെയ്യാൻ പറ്റും തന്നെയാണ് വിചാരിക്കുന്നത്. അതോടുകൂടി ഉത്സവവും വൈശാഖോത്സവം നടത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബാക്കി ഇവിടെയുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ചുറ്റുമതിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ കുറച്ച് പണി ബാക്കിയുണ്ട്. അതിപ്പോൾ അടുത്ത ഉത്സവത്തിന് മുന്നേ തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ചുറ്റമ്പലത്തിൻ്റെ കുറച്ച് കേടുപാടുകൾ, ശ്രീകോവിലിൻ്റെ വർക്കുകൾ, അങ്ങനെ കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. പിന്നെ നടയിലെ ഗോപുരത്തിൻ്റെ വർക്കും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നടപ്പന്തലും, ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിൻ്റെ തൂണുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽക്കൂരയാക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ചെയ്യാനുള്ളത്. പുഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, അത് ഈ കൊളച്ചേരി എന്ന് പറയുന്ന ഈ ദേശത്തിൻ്റെ മുഴുവൻ നാഥനാണത്രേ പുഴലൂരപ്പനാണ്. പഴയ കാലഘട്ടത്തിൽ 42ഓളം ഇല്ലങ്ങൾ ഈ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നു. ആ 42 ഇല്ലങ്ങളുടെ അധിപന്മാരായ ബ്രാഹ്മണർ ഈ ദേവനെ ഒരുപാട് കാലഘട്ടം ആരാധിക്കുകയും ഈ ദേവനെ ഉപാസിക്കുകയും
ഇവിടുത്തെ ദേവകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു എന്നും കാലക്രമത്തിൽ ഇല്ലങ്ങൾ നശിക്കുകയും ക്ഷേത്രം ജീർണാവസ്ഥയിലാവുകയും ചെയ്തുവെന്നും പിൽക്കാലഘട്ടത്തിൽ ആ 42 ഇല്ലങ്ങളിൽ കരുമാരത്ത് ഇല്ല സമ്പ്രദായം, ആ ഇല്ലക്കാർ മാത്രം ഈ പ്രദേശത്ത് അവശേഷിക്കുകയും അവർ ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നും ഇന്നും ഊരാളനും അതുപോലെ തന്നെ താന്ത്രികവും ഒരേ പരമ്പര, രണ്ടും കരുമാരത്തില്ലത്ത് തന്നെയാണ് ഊരാളനും താന്ത്രിക പാരമ്പര്യവുമെന്ന് നമുക്ക് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്ന് അനുഷ്ഠാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. വഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാനെ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് നാരായണ മന്ത്രം ചൊല്ലിയും ശ്രീകൃഷ്ണ ഭഗവാനെ ചൊല്ലിയും നമുക്ക് പ്രദക്ഷിണ പദം പൂർത്തിയാക്കാം. ഓം നമോ നാരായണ. വഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ചുമര് കാണുമ്പോൾ ഭക്തർക്ക് കാണാം അതിൻ്റെ ഒരു കാലപ്പഴക്കം, ഏറെ പഴക്കം ഇതിനകത്ത് ഉണ്ട് എന്നും 1000 വർഷത്തിനപ്പുറത്ത് പഴക്കമുണ്ടെന്നും 450 വർഷത്തിന് മുൻപ് കാലഘട്ടത്തിൽ ഇവിടെ സഹസ്രാവർത്തിയായ കലശം നടന്നൊരു ക്ഷേത്രമാണെന്നും ചുറ്റുമതിൽ നിർമ്മാണവും പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും പ്രത്യേകം ഗോപുരം വേണം. അപ്പം അതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് വേണ്ട കല്ലുകളുമൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഉത്സവം വളരെ ഭംഗിയായും അനുഷ്ഠാനത്തോടു കൂടി നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് വഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. നമുക്ക് പ്രദക്ഷിണ പദം അങ്ങനെ തൊഴുത് പൂർത്തിയാക്കാം. വഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വൈശാഖ ഉത്സവം നടക്കുന്നൊരു ക്ഷേത്രമാണ്. വൈശാഖോത്സവം എന്ന പേരിൽ ഈ നാടും ഈ നാട്ടിലെ ഭക്തന്മാരും ഈ ദേശത്തെ ഭക്തജനങ്ങളും എല്ലാം ചേർന്ന് വൈശാഖോത്സവം എന്ന് പറഞ്ഞ് 3 ദിവസം, അത് ഉദയാസ്തമന പൂജ, അതുപോലെ തന്നെ ശ്രീഭൂതബലി, എല്ലാ അംഗങ്ങളോടുകൂടി ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ വൈശാഖം എന്ന് പറയുന്നത് മാധവ മാസം, വൈശാഖ മാസമാണ് ഏറ്റവും ഉത്തമമായ മാസം. ആ മാസത്തിലാണ് ഊട്ടുപുറം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹോത്സവം നടക്കുന്നു എന്നുള്ളത് ഈ ദേശക്കാരെ സംബന്ധിച്ച് അത് ഏറ്റവും വളരെ പവിത്രമായി കൂട്ടായ്മയോടുകൂടി അനുഷ്ഠിക്കുന്ന ഒരു ഉത്സവം. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവത സപ്താഹം, മഹാവിഷ്ണു ഭഗവാൻ ഭാഗവത സപ്താഹം കൊണ്ട് തൃപ്തിപ്പെടുത്തേണ്ട ഒരു ഭഗവാൻ കൂടിയാണ്. വഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടത്തുകയും അതോടുകൂടി ഈ നാടിന് തന്നെ ഒരു ഉണർവുണ്ടാകുകയും ചെയ്ത ഒരു ക്ഷേത്രം കൂടിയാണ് ഈ വഴലൂർ മഹാവിഷ്ണു ക്ഷേത്രം. നമുക്കങ്ങനെ പ്രദക്ഷിണ പദം പൂർത്തീകരിക്കാം. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് പുറത്തെ പ്രദക്ഷിണം കഴിഞ്ഞിന് നമ്മൾ വഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാം. വഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം ഇന്നുള്ള തലമുറകൾ പറയുന്നത് 1000 വർഷത്തിന് അപ്പുറത്തുള്ള കാലപ്പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ്. മറ്റൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിലെ തന്നെ ഭാരവാഹിയും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് എല്ലാ ഉന്നമനത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന അവിടുത്തെ കഴകക്കാരൻ പറഞ്ഞൊരു ഐതിഹ്യത്തിൽ പറഞ്ഞത് 450 വർഷത്തിന് അപ്പുറത്ത് സഹസ്രാവർത്തി കലശം നടന്നു എന്നാണ്, ദ്രവ്യാവർത്തിയായി. ആ കാലഘട്ടത്തിന് ധാരാളം ബ്രാഹ്മണന്മാരിരുന്ന് ദേവനെ
വേദം ചൊല്ലി കേൾപ്പിക്കുകയും അതിലൂടെ അഷ്ടബന്ധവും അതുപോലെ ഔഷധ കൂട്ടുകളും ഒക്കെ ചേർത്തുകൊണ്ട് ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ക്രിയകൾ ചെയ്തു എന്നാണ്. ആ ചൈതന്യം ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്കും ഉന്നമനത്തിനും കാരണമായി കൊണ്ട് തന്നെ വർത്തിക്കുന്നു എന്നാണ്. ഈ വർഷങ്ങൾക്കടുത്ത് ഈ ക്ഷേത്രത്തിൽ അഷ്ടമംഗല്യ പ്രശ്നചിന്ത നടത്തിയപ്പോൾ പറഞ്ഞത്, ഭഗവാൻ തന്നെ പറയുന്നു എന്നാണ് ശാസ്ത്രപ്രകാരം, എനിക്ക് നവീകരണത്തിന് വലിയ പ്രാധാന്യമില്ല, കാരണം പഴയ കാലഘട്ടത്തിൽ നടത്തിയ ആ ചൈതന്യം ഇന്നും ഇവിടെയുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ കേവലം അനുഷ്ഠാനങ്ങളിലൂടെ പൗഷ്ടികമായ കർമ്മങ്ങൾ ചെയ്ത് ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഒഴലൂരപ്പൻ. ഈ ദേശക്കാരെ സംബന്ധിച്ച് ഈ ദേവൻ അപ്പനായിട്ട് തന്നെയാണ്. ഒഴലൂരപ്പൻ എന്നാണ് പലരും ഈ ദേവനെ വിളിക്കുന്നത്. നമുക്കും പ്രദക്ഷിണ പദത്തിലൂടെ മഹാവിഷ്ണു ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാം. നമസ്തേ, ഞാൻ മേൽശാന്തി ഒഴലൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഏകദേശം 10 വർഷത്തോളമായി ശാന്തി പ്രവൃത്തി ചെയ്തു വരുന്നു. കുളച്ചേരി ഗ്രാമത്തിൻ്റെ തന്നെ ക്ഷേത്രമായിട്ടുള്ള ഒഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവും അതുപോലെ തന്നെ ഉപദേവരായി ഗണപതിയും ദക്ഷിണാമൂർത്തിയും അയ്യപ്പനും കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് തിരുവോണം ഊട്ടാണ്. തിരുവോണം കാലികഴിച്ചു ഊട്ട് എന്ന് പറഞ്ഞ ചടങ്ങാണ്. അത് എല്ലാ മാസത്തിലും തിരുവോണത്തിന് മുടങ്ങാതെ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ വിശേഷാൽ പൂജകൾ എല്ലാ ദിവസവും പറഞ്ഞ പോലെ നടക്കുന്നുണ്ട്. സന്താന യോഗത്തിനും മംഗല്യഭാഗ്യത്തിനും അതുപോലെ വിഘ്ന നിവാരണത്തിനും കാര്യസിദ്ധിക്കും ഇതിനെല്ലാം വേണ്ടിയുള്ള പൂജകളെല്ലാം വിശേഷമായി നടത്തപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ്. രാവിലെ നട തുറക്കുന്ന സമയം 6 മണി മുതൽ 10 മണി വരെയാണ്. വൈകിട്ട് 5:30 മുതൽ 7:30 വരെയുണ്ട്. പ്രധാന വഴിപാടായി ലക്ഷ്മി നാരായണ പൂജ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവോണം കാലികഴിച്ചൂട്ട് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. അതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മംഗല്യപൂജ, സന്താന ഗോപാല പൂജ, കാര്യസിദ്ധി പൂജ ഇവയെല്ലാം വിശേഷാൽ നടത്തപ്പെടുന്നുണ്ട്. അതിനെല്ലാം പങ്കെടുക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്നുമുണ്ട്. പ്രതിഷ്ഠാദിനം ജൂൺ മാസത്തിലാണ്. ജൂൺ ഇടവം 20-നാണ്. ജൂൺ മാസത്തിലാണ് പ്രതിഷ്ഠാദിനം. അതുപോലെ തന്നെ ഉത്സവം ഏപ്രിൽ മാസത്തിലും നടത്തപ്പെടുന്നുണ്ട്. അതിനെല്ലാം ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുമുണ്ട്. അവരവരുടെ പ്രാർത്ഥനക്കനുസരിച്ചുള്ള ഫലം ഒഴലൂരപ്പൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരംബ്രഹ്മ ഭാസതാം പുരതോ മമാന. കോമള രൂപനും അതുപോലെ തന്നെ സുന്ദരനുമായ ഭഗവാൻ കൃഷ്ണൻ എൻ്റെ മുൻപിൽ ഇങ്ങനെ വിളയാടിയിടമേണോ. ഈ ദേശത്തിന് ഒഴലൂര് എന്ന പേര് വരാൻ കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ സദാകാലമുള്ളത് ഓടക്കുഴലാണ്. ആ ഓടക്കുഴൽ സദാകാലം വിളിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഓടക്കുഴലൂര് പിന്നീട് ലോപിച്ച് ഉഴലൂരായി എന്ന് ഇവിടുത്തെ ഐതിഹ്യങ്ങളും പഴമക്കാരും നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലാ ദേവന്മാരെയും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുമ്പം എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ മഹാവിഷ്ണു ഭഗവാനാണ് ഇവിടെ ഉള്ളത് എങ്കിലും കൃഷ്ണ പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് ആ ദേശനാമത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണ പദത്തിലൂടെ എത്തുന്ന സമയത്ത് സപ്തമാതൃക്കളെയും ഒക്കെ പ്രതിഷ്ഠിച്ചിട്ട് നമുക്കിവിടെ കാണാം. അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ദക്ഷിണാമൂർത്തിക്ക് പ്രത്യേകം പ്രതിഷ്ഠയുള്ളൂ. ഒഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തെക്കോട്ടേക്ക് ദർശനമായ ദക്ഷിണാമൂർത്തി ചൈതന്യത്തെ ഭക്തന്മാർക്ക് പ്രേക്ഷകർക്ക് കാണാം. ദക്ഷിണാമൂർത്തി എന്ന് പറയുമ്പോൾ തന്നെ അത് വിദ്യാസ്വരൂപനാണ്, ഒപ്പം ഗുരുവാണ്, ശിവനാണ്. നമുക്ക് നമഃശിവായ മന്ത്രം ചൊല്ലിയും ഗുരു സ്തോത്രം ചൊല്ലിയും ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കാം നാം. അങ്ങനെ ദക്ഷിണാമൂർത്തി ദേവനെ തൊഴുതു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഹാഗണപതിയാണ്. ഗണപതിക്കും പ്രത്യേകം
വെള്ളിയുടെ രൂപത്തിൽ തുമ്പിക്കൈയോടുകൂടിയ ഗണപതിയാണ്. തെക്കോട്ടേക്ക് ദർശനമായ ഗണപതിയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, മഹാഗണപതി ഹോമം പോലുള്ള കാര്യങ്ങൾ വിശേഷ സമയത്ത് നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. നമുക്ക് ഗണപതി ഭഗവാനെയും തൊഴുത് പ്രാർത്ഥിക്കാം. പഴയ കാലഘട്ടത്തിൽ 43ഓളം ബ്രാഹ്മണ ഇല്ലങ്ങളുണ്ടായ ഒരു പ്രദേശമായിരുന്നു ഈ ക്ഷേത്ര സങ്കേതമെന്ന് പറഞ്ഞു. ഈ ദേശത്തിന് മറ്റൊരു പേര് ഊട്ടുപുറം എന്നാണ്. ഈ ഊട്ടുപുറം എന്ന് വരാനുള്ള ഒരു കാരണം പഴമക്കാർ പറഞ്ഞു തരുന്നത്, ഓത്ത് അഥവാ വേദങ്ങൾ ധാരാളം ചൊല്ലി ഭഗവാനെ പ്രീതിപ്പെടുത്തിയ ഒരു സങ്കേതം. അങ്ങനെ ഓത്ത് ഊട്ടുപുരം എന്നതിൽ ലോപിച്ച് ഊട്ടുപുറമായി എന്ന് പഴമക്കാർ പറയുന്നു. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ ധാരാളം വേദങ്ങളും ഓത്തുകളും ഒക്കെ ചൊല്ലി കേൾപ്പിച്ച ഒരു പുണ്യ സങ്കേതമാണ് ഈ ക്ഷേത്രമെന്നും, പഴയ കാലഘട്ടത്തിൽ ദ്രവ്യാവർത്തി സഹസ്രകലശം നടന്ന ക്ഷേത്രമാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആമുനായ ജപം എന്നാ പറയുക. നാമജപങ്ങളെ കൊണ്ടും പുരാണ പാരായണങ്ങളെ കൊണ്ടും ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കണം എന്നാണ്. പഴയ കാലഘട്ടത്തിലെ ബ്രാഹ്മണന്മാർ തപശക്തി കൊണ്ട് വേദങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചൊല്ലി ഒഴലൂരും അതുപോലെ ഊട്ടുപുറം എന്ന പേരിലൊക്കെ ആ അനുഷ്ഠാനത്തിലൂടെ അതിൻ്റെ ചൈതന്യം വർദ്ധിപ്പിച്ചു. ആ ചൈതന്യം ഇന്നും ഈ ക്ഷേത്രത്തിനകത്തുണ്ട് എന്നും, അതുകൊണ്ട് തന്നെ ദൂരദേശത്തു നിന്ന് പോലും ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് സന്താന സൗഭാഗ്യം, വിവാഹ തടസ്സമുള്ളവർക്ക് ആ തടസ്സം നീങ്ങി വിവാഹം കഴിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ ഈ ഭഗവത് ചൈതന്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കങ്ങനെ പ്രദക്ഷിണം പൂർത്തീകരിക്കാം. പുഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത തിരുവോണം കാലുകഴിച്ചൂട്ടാണ്. വളരെ അപൂർവമേ ക്ഷേത്രങ്ങളിൽ തിരുവോണം കാലുകഴിച്ചൂട്ട് നടക്കാറുള്ളൂ. മഹാവിഷ്ണു ഭഗവാനാണ് ഇവിടുത്തെ പ്രധാനം. തിരുവോണം നക്ഷത്രത്തിനേറെ പ്രാധാന്യം. ഈ തിരുവോണ നാളിൽ ബ്രാഹ്മണനെ കാലുകഴിച്ചൂട്ടി ഒപ്പം നാമജപങ്ങളും പുരാണ പാരായണങ്ങളും ഒക്കെ നടത്തി തിരുവോണം കാലുകഴിച്ചൂട്ട് നടക്കുന്ന ക്ഷേത്രം. ഈ തിരുവോണം കാലുകഴിച്ചൂട്ട് നടത്തിക്കഴിഞ്ഞാലുള്ള ഫലപ്രാപ്തി എന്ന് പറയുന്നത് സന്താന സൗഭാഗ്യം, അതുപോലെ തന്നെ ജാതകവശാലുള്ള ഗ്രഹങ്ങളുടെ പിഴവിന് പരിഹാരം, ഒപ്പം സജ്ജനങ്ങളുടെ അനുഗ്രഹം ഇതിലൂടെ വന്നു ചേരും. അതുകൊണ്ട് തന്നെ ഈ തിരുവോണം കാലുകഴിച്ചു കൂട്ടാൻ ഒരു വർഷത്തേക്ക് തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്തു വെക്കുന്ന ഒരവസ്ഥ ഇന്ന് പുഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. അത് ഭക്തന്മാർക്കത് പ്രാർത്ഥിച്ചാൽ കാര്യം സിദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യവും പ്രത്യേകതയും. പിന്നെ തിരുവോണൂട്ടുകാരും പറഞ്ഞു അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം, ചുറ്റുമതിൽ, അതോടൊപ്പം നടപ്പന്തൽ വളരെ പ്രധാനമാണ്. കുളം നവീകരണം, അതിനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതാണ്. പക്ഷെ അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പൂർത്തീകരിക്കാവുന്നതാണ്. ഈ നാട്ടുകാർ മാത്രമല്ല, ദൂരെ നിന്നും ആൾക്കാർ ഒരുപാട് ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു അവരുടെ ഭാഗ്യമായിരിക്കും, അവർക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ അവർക്ക് നേടുന്നതുകൊണ്ടായിരിക്കാം പിന്നെയും വന്ന് ഇവിടെ വരാനുള്ളൊരു ആഗ്രഹം അവരുടെ മനസ്സിൽ. നമ്മളോടൊക്കെ ഒരുപാട് പേര് ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്കറിയാവുന്ന രീതിയിലുള്ള മറുപടി നൽകാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഉത്സവം, അതുപോലെ തന്നെ സപ്താഹം, തിരുവോണ ഊട്ട്, ഏകാദശി വ്രതം,
നവമി പൂജ, വാഹന പൂജ, പിന്നെ മണ്ഡലകാലം 41 ദിവസം നിറമാല, അതോടൊപ്പം മാതൃസമിതിയുടെ ഭജനം ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളാൽ കഴിയുന്നൊരു തുക എല്ലാ വർഷവും സമാഹരിച്ച് കുറേ നമ്മുടെ കഴിവിൻ്റെ പരമാവധി അമ്പലത്തിലേക്ക് വേണ്ടി സമർപ്പിക്കാറുണ്ട്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മളത് കണ്ടറിഞ്ഞ് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അമ്പലത്തിലെ ഉള്ളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഉരുളി, വിളക്ക് അതുപോലുള്ള സാധനങ്ങൾ, ഊട്ടുപുരയിലേക്ക് വേണ്ടുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. അതൊക്കെ ദൈവാനുഗ്രഹം ഒഴലൂരപ്പൻ നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാക്കി തരട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാ നന്മകളും ഉണ്ടാവാൻ വേണ്ടി ഒഴലൂരപ്പനോട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ശാന്തി, അതുപോലെ കഴകം എല്ലാം വളരെ ഭംഗിയായി നടത്താറുണ്ട്. പിന്നെ കമ്മിറ്റി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം, നാട്ടുകാരുടെ നല്ല സഹകരണം, മാതൃസമിതിയുടെ പ്രവർത്തനം, നമ്മളാൽ കഴിയാവുന്നത്, ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, നമ്മളാൽ കഴിയാവുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. എല്ലാവർക്കും ഇനിയും ഇവിടെ വന്ന് ഇതിലൊക്കെ പങ്കുചേരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരണം. അതാണ് എപ്പോഴും ഞാനൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് ചെയ്യാറുണ്ട്. ഇവിടെ വന്ന ഓരോരാൾ ഓരോ വിഷമം പറയുമ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കാറുണ്ട്. അത് ദൈവം നമുക്ക് സാധിച്ചു തരട്ടെ എന്ന് ഈ അവസരത്തിൽ ദൈവത്തോട് അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന ഒരു തോന്നൽ എല്ലാവർക്കും വരികയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും. ബാക്കിയുള്ളവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് നമുക്ക് ഓരോരാൾക്കും അവനവന് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായമാണ്. പിന്നെ ഇങ്ങനെ ഒരു ചാനലിൽ ഞാൻ സാധാരണ ഇതുവരെ സംസാരിക്കാറൊന്നുമില്ല. ഇവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഒഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൈശാഖോത്സവം ഏറെ പ്രാധാന്യമായി 3 ദിവസം നടക്കുന്നെന്നും ഒപ്പം നവരാത്രി പോലുള്ള കാലഘട്ടങ്ങളിൽ നവരാത്രി, മണ്ഡലമാസം മണ്ഡലാനുഷ്ഠാനവും, മണ്ഡലമാസം 41 ദിവസം നിറമാലയും ഭക്തന്മാരുടെ സമ്മേളിത്വവും ഒക്കെ കൂടി ചേർന്ന് നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്രേ ഒഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിലെ ആചാര്യൻ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് ആ ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ അറിഞ്ഞ് മറ്റുള്ളവരിലേക്ക് അത് ബോധ്യപ്പെടുത്തുക. ഒഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പാരമ്പര്യ കഴകക്കാരൻ കൂടിയാണ് ശ്രീ മേക്കണക്കിൽ ഉണ്ണികൃഷ്ണ വാര്യർ. അദ്ദേഹം കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും പല താന്ത്രിക ആചാര്യന്മാരുടെ കൂടെയും പരികർമ്മം എന്ന രീതിയിൽ പോകുന്നതും ഒപ്പം ആചാരാനുഷ്ഠാനങ്ങൾ ഭംഗിയായി പഠിക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ്. അദ്ദേഹം തന്നെയാണ് എല്ലാ ദിവസവും ഈ ഭഗവാന് ഒഴലൂരപ്പന് മാല ചാർത്തി അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന, എല്ലാ വേണ്ടുന്ന പൂജാദ്രവ്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വം കൂടിയാണ് മേക്കടക്കൽ ഉണ്ണികൃഷ്ണ വാര്യർ. അങ്ങനെ നമ്മൾ ഒഴലൂരപ്പനെ തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വനശാസ്താവീശ്വരൻ്റെ നടയിലേക്കാണ്. ഇതിന് പറയുന്നത് തന്നെ അയ്യപ്പൻ ചാല് എന്നാണ്. അതിന് കാരണം പറയുന്നിടത്തെ ആളുകൾ വാടിക്കുറ്റിയിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി ഈ അയ്യപ്പനീശ്വരൻ്റെ പരിധിയിലൂടെയാണത്രേ ഇത് ധാരയായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് അയ്യപ്പൻ ചാല് എന്നാണ്. നമുക്ക് വനശാസ്താവീശ്വരൻ്റെ ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കാം.
ഒഴലൂർ മഹാവിഷ്ണു ഭഗവാനെ തൊഴുത് ദക്ഷിണാമൂർത്തിയെ തൊഴുത് ഗണപതി ഭഗവാനെ തൊഴുതതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ക്ഷേത്രത്തിൻ്റെ വടക്കു പാർശ്വ ഭാഗത്തേക്ക് മാറി ക്ഷേത്രത്തിലെ ജലാശയത്തിനും വടക്കു ഭാഗത്തേക്ക് മാറിയാണ് വനശാസ്താവായ അയ്യപ്പനീശ്വരൻ. അത് ഇവിടെ ഒരു പ്രത്യേകത, സ്വയംഭൂവായ വനശാസ്താവാണ്. വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ സ്വയംഭൂവായ വനശാസ്താവുള്ളൂ. പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും, സദാകാലം മഴയും വെയിലും നനഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ വനശാസ്താവ് ഈശ്വരൻ. മറ്റൊരു പ്രത്യേകത, എല്ലാ വൃശ്ചിക മാസം 1-ാം തീയതിയും ഇവിടെ വിശേഷാൽ നിറമാലയും ഭക്തജനങ്ങളുടെ ഒരു സംഗമവും നടക്കുന്ന ദിവസം. മറ്റെല്ലാ ദിവസങ്ങളിലും ഒഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും നിവേദ്യം കൊണ്ടുവന്ന് അഭിഷേകാദി കർമ്മങ്ങൾ നടത്തി ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതം കൂടിയാണ് വനശാസ്താവീശ്വരൻ. നമുക്കും അയ്യപ്പനീശ്വരനെ തൊഴുത് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രദക്ഷിണ വഴിയിലൂടെ ഒഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. അതിൽ ഒഴലൂർ എന്നാണ് പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൽ ശ്രീകൃഷ്ണ ചൈതന്യം അധികരിച്ചുണ്ട് എന്നും അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ നാദം ഈ പ്രദേശത്തേക്ക് മുഴുവൻ മുഴങ്ങി നാം. അങ്ങനെ ഓടക്കുഴലൂർ എന്നുള്ളത് മാറി ഒഴലൂർ എന്നായി ലോപിച്ചുവെന്ന് ഒരു ഐതിഹ്യം പറയുന്നു. ഈ ദേശത്തിന് പുറത്ത് എവിടെയും ഈ ഒഴലൂർ എന്ന പേരില്ലത്രേ. മറ്റൊന്ന് ഊട്ടുപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ്. അതിനൊരു കാരണം പറയുന്നത്, പഴമക്കാലഘട്ടത്തിൽ 43ഓളം ബ്രാഹ്മണ ഇല്ലങ്ങളായിരുന്നു ഈ ക്ഷേത്ര പരിസരത്ത്. ആ ബ്രാഹ്മണ ഇല്ല പരമ്പരകളാണ് ഈ മഹാവിഷ്ണു ഭഗവാനെ സേവിക്കുകയും ഇവിടുത്തെ നൈമിത്തികമായ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. പിൽക്കാലഘട്ടത്തിൽ ഇല്ലങ്ങളൊക്കെ നാമാവിശേഷമായിരുന്നു. അങ്ങനെ കരുമാരത്തില്ലത്ത് സമ്പ്രദായം മാത്രം ഇവിടെ നിലനിന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളനും താന്ത്രിക പാരമ്പര്യവും കരുമാരത്തില്ലത്ത് സമ്പ്രദായത്തിലേക്കാണ്. ആ കാലഘട്ടത്തിൽ ഭഗവാനെ ധാരാളം വേദം ചൊല്ലിക്കേൾപ്പിക്കുകയും അങ്ങനെ വേദവും ഓത്തും ചൊല്ലിക്കേൾപ്പിച്ചതിൻ്റെ ഭാഗമായി ഊട്ടുപുരം എന്നുള്ളത് ഓത്തുപുരം എന്നുള്ളതാണെന്നും ആ ഓത്തുപുരം ലോപിച്ച് ഊട്ടുപുരമായി എന്നും പഴമക്കാർ പറഞ്ഞു തരും. വൈശാഖ മഹോത്സവം വളരെ അപൂർവമായി നടക്കാറുള്ളൂ. ഒഴലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, 3 ദിവസത്തെ വൈശാഖ മഹോത്സവം, ഉദയാസ്തമന പൂജ, ശ്രീഭൂത ബലിയോടുകൂടി ഉത്സവം പൂർത്തിയാകുന്ന ഒരു ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, തിരുവോണം കാലുകഴിച്ചൂട്ടാണ്. നമുക്കറിയാം, ഹരിഹരവും എന്നാണ്. ശിവന് പ്രാധാന്യമാണ് തിരുവാതിര, മഹാവിഷ്ണുവിന് പ്രാധാന്യം തിരുവോണമാണ്. ആ തിരുവോണ നാളിൽ ഇവിടെ വന്ന് തിരുവോണം കാലുകഴിച്ച് ഊട്ട് നടത്തുന്ന ഒരു ക്ഷേത്രം. ഈ സമയത്ത് മാത്രമേ ഭഗവാനെയും ഈ ഓത്തിന് വന്നിരിക്കുന്ന ബ്രാഹ്മണനെയും ഒന്നിച്ച് പ്രദക്ഷിണം വെച്ച് അനുഗ്രഹം വാങ്ങാവുന്ന അപൂർവ ഒരു നിമിഷമാണ് എല്ലാ മാസത്തിലെയും തിരുവോണം നാളിൽ ഇവിടെ നടക്കുന്നത്. ഈ തിരുവോണം കാലുകഴിച്ചൂട്ടിന് 1 വർഷം മുൻപേ ബുക്കിംഗാണ്. അത് 1 മാസത്തിൽ 1 മാത്രമാണ് നടക്കുന്നത്. പക്ഷേ അതിന് പല ദേശത്തു നിന്നും ആളുകൾ വന്ന് കാര്യസാധ്യത്തിന് വേണ്ടി ഈ തിരുവോണം കാലുകഴിച്ചൂട്ട് നടത്തുകയും അങ്ങനെ സന്താനമില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം, വിവാഹം നടക്കാത്തവരെ സംബന്ധിച്ച് വിവാഹം നടക്കുക, ഇങ്ങനെ രോഗശമനാർത്ഥം ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് തിരുവോണം കാലുകഴിച്ചൂട്ട് നടത്തിയതിന് ശേഷം രോഗം ശമിച്ചതും അങ്ങനെ ധാരാളം പ്രത്യേകത. മറ്റൊന്ന്, മണ്ഡലമാസത്തിൽ 41 ദിവസവും നിറമാല കഴിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ഒരു സങ്കേതം. നവരാത്രി കാലഘട്ടത്തിൽ വിദ്യാരംഭവും ഗ്രന്ഥപൂജയും നടക്കുന്ന ക്ഷേത്രം. ഇടവമാസം 20-ാം തീയതി ഭഗവാന്റെ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്ന ക്ഷേത്രം. ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, തെക്കോട്ട് ദർശനമായുള്ള ദക്ഷിണാമൂർത്തിയും ഗണപതിയും. ഇത്തരം ആരാധനാ അനുഷ്ഠാനങ്ങളാണ് ഒഴലൂരെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഐതിഹ്യം. നമ്മുടെ പ്രദക്ഷിണ വഴി ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്തേ.